നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പെയിന്റ് ഡിഫക്ട്സ് ആണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കഴിക്കുന്ന ഓറഞ്ചിന്റെ തൊലിയുടെ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹലോ ഗൈസ്, ഓട്ടോമോട്ടീവ് പെയിന്റ് ഡിഫക്ട്സ് പാർട്ട് 2. ഈ ഒരു ഡിഫക്ട്സിന്റെ പേരാണ് ഓറഞ്ച് പീൽ. എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ ഒരു ഡിഫക്ട്സ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, പ്രോപ്പർ സാൻഡിങ്. അതിപ്പോ പ്രൈമർ ആയാലും ബോഡി പാനൽസ് ആയാലും മുന്നേ ചെയ്ത പെയിന്റിംഗ് വർക്കിന്റെ ഓറഞ്ച് പീൽ മുഴുവനായി സാൻഡ് ചെയ്ത് മാറ്റുക. നമ്പർ 2, എയർ പ്രഷർ. എയർ പ്രഷർ കൂടിയാലും ഓറഞ്ച് പീൽ ഉണ്ടാകും, എയർ പ്രഷർ കുറഞ്ഞാലും ഓറഞ്ച് പീൽ ഉണ്ടാകും. ഒരു 2/13 PSI നിങ്ങൾ എയർ പ്രഷർ കൺട്രോൾ ചെയ്യുക. നമ്മൾ മുന്നേ പറഞ്ഞ ക്ലിയർ സാഗിൽ തിന്നർ കൂടിയാൽ ഒലിക്കുമെങ്കിൽ ഇതിൽ തിന്നർ കുറഞ്ഞാൽ ഓറഞ്ച് പീൽ ഉണ്ടാകും. നിങ്ങൾ ഏത് കമ്പനി മെറ്റീരിയലാണോ ഉപയോഗിക്കുന്നത് ആ കമ്പനി പറയുന്നുണ്ട് ഇത്ര ഹാർണറെ ഒഴിക്കാവൂ അല്ലെങ്കിൽ ഇത്ര ടിന്നറെ ഒഴിക്കാവൂ. ആ ഒരു റേഷ്യോ തന്നെ മാക്സിമം മിക്സ് ചെയ്യുക. പിന്നെ ഗൺ ഡിസ്റ്റൻസ്, ഓവർലാപ്പ്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന ചില കാർ കമ്പനികളുടെ കാറുകളിൽ പ്ലാന്റിൽ നിന്ന് വരുമ്പോഴേ ഓറഞ്ച് പീൽ കാണിക്കാറുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും. അഥവാ ചെറിയ ഓറഞ്ച് പീൽ വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് സാൻഡ് ചെയ്ത് കട്ട് ചെയ്ത് പോളിഷ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് 1000, 2000 അങ്ങനെയുള്ള വാട്ടർ പേപ്പറൊക്കെ നമുക്കുണ്ട്. എന്ന് വെച്ചിട്ട് ഇതുപോലെയുള്ള ഓറഞ്ച് പീലൊന്നും നമുക്ക് ഒരിക്കലും കട്ട് ചെയ്ത് പോളിഷ് എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ.